1986 മുതൽ ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്രദിനമായി ഗവൺമെന്റ് തീരുമാനപ്രകാരം ഇന്ത്യയിൽ ആചരിച്ചു വരുന്നു. രാമൻ പ്രഭാവം കണ്ടുപിടിച്ച ദിവസമാണ് 1928 ഫെബ്രുവരി 28. നാഷണൽ കൗൺസിൽ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി കമ്മ്യൂണിക്കേഷന്റെ പ്രേരണയിലാണ് ഇന്ത്യ ഗവൺമെന്റ് ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്രദിനമായി ആചരിക്കാനുള്ള തീരുമാനമെടുത്തത്. ഭൗതികശാസ്ത്രത്തിൽ ഏഷ്യയിലെ ആദ്യത്തെ നോബൽ സമ്മാന ജേതാവാണ് CV രാമൻ. ആധുനിക ശാസ്ത്രത്തിന് ഇന്ത്യ നൽകിയ ഏറ്റവും വലിയ സംഭാവനയാണ് അദ്ദേഹം. ഇന്ത്യയിലെ മണ്ണിൽ ഉറച്ചു നിന്നുകൊണ്ട് കഠിന പ്രയത്നവും അർപ്പണബോധവും ആത്മവിശ്വാസവും കൈമുതലാക്കിയ അദ്ദേഹം ശാസ്ത്രത്തിന്റെ അത്യുന്നത മേഖലകളിൽ എത്തിച്ചേർന്നു. 1888 നവംബർ 7 തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിക്കടുത്ത് തിരുവണക്കാവൽ എന്ന സ്ഥലത്താണ് രാമൻ ജനിച്ചത്. ചന്ദ്രശേഖര വെങ്കിട്ടരാമൻ എന്നായിരുന്നു മുഴുവൻ പേര്. അച്ഛൻ ചന്ദ്രശേഖരയ്യരും അമ്മ പാർവതി പട്ടമ്മാളുമായിരുന്നു. അതീവ ബുദ്ധിസാമർഥ്യം കാണിച്ച രാമൻ 11-ാം വയസ്സിൽ മെട്രിക്കുലേഷനും 13-ാം വയസ്സിൽ പ്രീ ഡിഗ്രിയും പാസായി. മദ്രാസ് പ്രസിഡൻസി കോളേജിൽ നിന്നും ബിരുദം നേടിയ ശേഷം 18-ാം വയസ്സിൽ കൽക്കത്തയിലെ ഡെപ്യൂട്ടി അക്കൗണ്ടന്റ് ജനറലായാണ് ജോലിയിൽ പ്രവേശിച്ചത്. അക്കൗണ്ടന്റ് ജോലിയിൽ ഇരിക്കെ തന്നെ ഇന്ത്യയിൽ കൾട്ടിവേഷൻ ഓഫ് സയൻസിൽ ചേർന്ന് ശാസ്ത്ര ഗവേഷണങ്ങൾ ആരംഭിച്ചു. രാമന്റെ ശാസ്ത്രാഭിമുഖ്യം കണ്ട് അദ്ദേഹത്തെ കൽക്കത്ത സർവകലാശാലയിലെ ഫിസിക്സ് പ്രൊഫസറായി നിയമിച്ചു. 1921 ഓക്സ്ഫോർഡിൽ നടന്ന യൂണിവേഴ്സിറ്റി കോൺഗ്രസിൽ സംബന്ധിക്കാൻ രാമന് ക്ഷണം കിട്ടി. ഓക്സ്ഫോർഡിലേക്കുള്ള യാത്രയിലാണ് അഗാധമായ മെഡിറ്ററേനിയൻ കടൽ നോക്കി കടലിന്റെ നീലിമയുടെ ശാസ്ത്രം രാമൻ ചിന്തിച്ചത്. കടലിന്റെ നീലിമ ആകാശനീലിമയുടെ പ്രതിഫലനമാണെന്ന റായ്ലിയുടെ വിശദീകരണം രാമന് സ്വീകാര്യമായില്ല. രാമനും സഹപ്രവർത്തകനും കേരളീയനുമായിരുന്ന KS കൃഷ്ണനും മറ്റു വിദ്യാർത്ഥികളുമൊക്കെ ചേർന്ന് വിവിധ വസ്തുക്കൾ പ്രകാശത്തെ പ്രകീർണനം ചെയ്യുന്നത് സംബന്ധിച്ച് നടത്തിയ പരീക്ഷണങ്ങളാണ് ഒടുവിൽ രാമൻ പ്രഭാവം എന്ന കണ്ടുപിടുത്തത്തിലേക്ക് നയിച്ചത്. കടൽ ജലത്തിലെ തന്മാത്രകൾ പ്രകാശത്തെ പ്രകീർണനം ചെയ്യുന്നതാണ് കടലിന്റെ നീലിമയ്ക്കു കാരണമെന്ന് രാമൻ കണ്ടെത്തി. പ്രകാശ പ്രകീർണനം രാമന്റെ സവിശേഷ ശ്രദ്ധക്കു പാത്രമായി. പ്രകാശഭൗതികത്തിലെ ഒരു പ്രതിഭാസമായ രാമൻ പ്രഭാവത്തിന്റെ കണ്ടെത്തലിൽ ഇത് രാമനെ എത്തിച്ചു. പ്രകാശം പ്രകീർണനം ചെയ്യപ്പെടുമ്പോൾ തരംഗദൈർഘ്യം വ്യത്യാസപ്പെടുന്നുവെന്ന് 1928 രാമൻ പരീക്ഷണം വഴി തെളിയിച്ചു. ഇതാണ് രാമൻ പ്രഭാവം. സുതാര്യമായ ഒരു മാധ്യമത്തിൽ കൂടി, അത് ഖരമോ ദ്രാവകമോ വാതകമോ ആവട്ടെ, ഒരു ഏകവർണക പ്രകാശമയൂഖം കടന്നുപോകുമ്പോൾ പോകുന്ന ദിശയുടെ ലംബമാന ദിശയിലും അല്പം പ്രകാശ തരംഗങ്ങൾ ഉത്സർജിക്കപ്പെടുന്നു. മാധ്യമത്തിലെ തന്മാത്രകൾ പ്രകീർണനം ചെയ്യിക്കുന്നതുകൊണ്ടാണിത്. ഇങ്ങനെ പ്രകീർണനം ചെയ്യപ്പെടുമ്പോൾ പ്രകാശത്തിന്റെ തരംഗദൈർഘ്യം കൂടുകയോ കുറയുകയോ ചെയ്യാം. രാമൻ പ്രഭാവം 2 സുപ്രധാന നേട്ടങ്ങൾ ശാസ്ത്രലോകത്തിന് നേടിക്കൊടുത്തു. പ്രകാശത്തിന് കണികാസ്വഭാവമുണ്ട് എന്നതിൻ്റെ അംഗീകാരമായിരുന്നു ഇതിലൊന്ന്. രണ്ടാമതായി, പ്രകാശ സഞ്ചാരമാധ്യമം മാറുമ്പോൾ പ്രകീർണനത്തിനു ശേഷമുണ്ടാകുന്ന തരംഗദൈർഘ്യ വ്യത്യാസത്തിൽ നിന്നും ഇതിനിടയാക്കിയ പദാർത്ഥത്തിന്റെ തന്മാത്രാഘടന മനസ്സിലാക്കാൻ സാധിക്കും. രാമൻ പ്രഭാവത്തിന്റെ ഈ സുപ്രധാന നേട്ടം പരിഗണിച്ചാണ് അദ്ദേഹത്തിന് നോബൽ സമ്മാനം നൽകിയത്. 1930 ഡിസംബർ 10 രാമന് സ്വീഡനിൽ വെച്ച് ഔപചാരികമായി നോബൽ സമ്മാനം നൽകുന്നത്. അദ്ദേഹത്തിന് അന്ന് 42 വയസ്സായിരുന്നു. നോബൽ സമ്മാന ജേതാക്കൾക്കെല്ലാം ഒരു ദിവസം കേമമായ ഒരു ഡിന്നർ സ്വീഡനിൽ വെച്ച് നൽകുന്ന പതിവുണ്ട്. ആ സൽക്കാരവേളയിൽ വിലയേറിയ വൈൻ, ഷാംപെയിൻ മുതലായ മദ്യങ്ങൾ വിശിഷ്ട പാനീയങ്ങളായി ഉണ്ടാകും. രാമൻ മദ്യം തീരെ ഉപയോഗിക്കാത്ത ആളായിരുന്നുവെങ്കിലും ചില പ്രമുഖ ക്ഷണിതാക്കൾ അദ്ദേഹത്തോട് അല്പം മദ്യം രുചിച്ചു നോക്കാൻ പറഞ്ഞു. മദ്യത്തിലെ പ്രധാന ഘടകം ഈഥൈൽ ആൽക്കഹോളാണല്ലോ. രാമൻ പ്രഭാവം പ്രകടിപ്പിക്കുന്ന തന്മാത്രയാണ് ആൽക്കഹോൾ തന്മാത്ര. മദ്യം വെച്ചുനീട്ടിയ പ്രമുഖ വ്യക്തിയോട് നന്ദി പറയുകയും ക്ഷണം മര്യാദയോടെ നിരസിക്കുകയും ചെയ്ത ശേഷം
രാമൻ ഇങ്ങനെ പറഞ്ഞു അത്രേ: "You all know the Raman effect on alcohol. No one shall ever know the effect of alcohol on Raman." നിങ്ങൾക്കെല്ലാം ആൽക്കഹോൾ പ്രകടിപ്പിക്കുന്ന രാമൻ പ്രഭാവത്തെ അറിയാം. എന്നാൽ രാമന്റെ മേൽ ആൽക്കഹോളിനുണ്ടാക്കാവുന്ന പ്രഭാവം ആർക്കും ഒരിക്കലും അറിയണ്ട. ഹോളണ്ടിലെ വളരെ പ്രശസ്തമായ ഒരു ശാസ്ത്ര സ്ഥാപനത്തിൽ ഡയറക്ടറായി രാമനെ ക്ഷണിച്ചപ്പോൾ അത് വിനയപൂർവ്വം നിരസിച്ച് ഇന്ത്യയിൽ തന്നെ തുടരാൻ അദ്ദേഹം തീരുമാനിച്ചു. 1948 രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചു. 1970 നവംബർ 21 അദ്ദേഹം ലോകത്തോട് വിട പറഞ്ഞു. യുവമനസ്സുകളെ സയൻസിലേക്ക് ആകർഷിക്കാനും ശാസ്ത്രം തൊഴിലായി സ്വീകരിക്കാനും ശാസ്ത്രദിനം പ്രചോദനമാകുന്നു.